ഫാറ്റ് ലോസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാ? ഡയറ്റ് ആണോ അതോ എക്സസൈസ് ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു ആവറേജ് ഇന്ത്യൻ ഡയറ്റ് എന്താണെന്ന് നോക്കിയാലോ? ആവറേജ് ഇന്ത്യൻ ഡയറ്റ് എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ മതി മാപ്പിലൂടെ. ഈ ലൈനിൽ അടിയിലുള്ള ആൾക്കാരെല്ലാം കൂടുതൽ നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കും, മേളിലുള്ള ആൾക്കാർ കൂടുതൽ വെജിറ്റേറിയൻസ് ആയിരിക്കും. അടിയിലുള്ള ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന റൈസ് ആണെങ്കിൽ ഇതിൻ്റെ മേളിലുള്ള ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന റോട്ടി ചപ്പാത്തി പോലത്തെ സാധനങ്ങളാണ്. അടിയിലുള്ള ആൾക്കാർ കൂടുതൽ മീനും മുട്ടയും കഴിക്കും, മേളിലുള്ള ആൾക്കാർ ഇതൊക്കെ കുറവാണ് കഴിക്കണേ. ഇതെല്ലാം ശരിയാണ്, പക്ഷേ ഇന്ത്യൻ ഡയറ്റിന് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിൽ പ്രോട്ടീൻ്റെ അളവ് ഭയങ്കര കുറവും കാർബിൻ്റെയും ഫാറ്റ്സിൻ്റെയും അളവ് ഭയങ്കര കൂടുതലുമാണ്. ഈ ഡയറ്റ് കാരണമാണ് 27% ഇന്ത്യൻ വുമണും 23% ഇന്ത്യൻ അഡൾട്ട് മെന്നും ഒബീസാണ് ഈ ഡയറ്റ് കാരണം. 2500 ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ആവറേജ് മെയിൽ അഡൾട്ടിന് റെക്കമെൻഡ് ചെയ്യണ ദിവസത്തെ കാലറീസ്. ഇതാണ് നിങ്ങൾ ഡെയിലി ഒരു ദിവസം ബേൺ ചെയ്യണ കാലറീസ്. ഇതിൽ 70% നിങ്ങളെ ജീവനോട് കൊണ്ടു നടക്കാൻ നിങ്ങളുടെ ബോഡി ബേൺ ചെയ്യണ എമൗണ്ടാണ്. ഇതിന് ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ BMR എന്ന് പറയും. അടുത്തത് ഓൾമോസ്റ്റ് ഒരു 10% നീറ്റ് കൊണ്ട് ബേൺ ചെയ്യണ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. ഇത് നിങ്ങൾ ഡേ ടു ഡേ ബേൺ ചെയ്യണ എമൗണ്ടാണ്. ഇത് നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ പോയിട്ട് എന്ത് ചെയ്യണോ അതിലൂടെ ബേൺ ചെയ്യണ എമൗണ്ടാണ് നീറ്റ്. നെക്സ്റ്റ് അടുത്ത 10% TEF അല്ലെങ്കിൽ തെർമിക് എഫക്റ്റ് ഓഫ് ഫീഡിംഗ് എന്ന് പറയും. ഇത് നിങ്ങളുടെ ബോഡി നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന എനർജിയാണ്. പിന്നെ അവസാനത്തെ 10% നിങ്ങൾ എക്സസൈസിൽ കൂടെ മാത്രം ബേൺ ചെയ്യണേ. അപ്പം എക്സസൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം വളരെ കുറവ് എമൗണ്ട് ഓഫ് കാലറിയെ ബേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും കേട്ടോണ്ടിരിക്കാനും നല്ല ബോറാണ്. അപ്പം ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞതെല്ലാം. ഇത് ഡെലിവറി ചെയ്തപ്പം പെട്ടെന്ന് എത്താൻ വേണ്ടി ഡ്രൈവർ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ വന്നതെന്ന് പറഞ്ഞത്. അത് കാരണമാണ് ഇങ്ങനെ വണ്ടി ഇടിച്ച് ചളങ്ങിയതുപോലെ ഇരിക്കണേ. ഈ പിസയുടെ ഒരു സ്ലൈസിൽ 220 കാലറിയാണ്. അപ്പം 1 2 3 4 5 6 7 8 9 10 സ്ലൈസ് ഉണ്ട്. അപ്പോൾ ഈ ഫുൾ പിസയിൽ 2200 കാലറി ഉണ്ട്. ഓക്കെ, ഫിനിഷ്. 2200 കാലറിയുടെ പിസ്സ കഴിച്ചെടുത്തതേ. ഇതാണ് ആഫ്റ്റർ മാത്ത്. നിങ്ങൾ പിസ്സ കഴിക്കുമ്പോൾ ഈ സാധനം കഴിക്കാറുണ്ടോ? ഞാനൊന്നും കഴിക്കില്ല കേട്ടോ. എന്തായാലും കഴിഞ്ഞ്. ഓക്കെ, ഇനി ജിമ്മിൽ പോയിട്ട് ആ 2200 കാലറി ബേൺ ചെയ്യാൻ എത്ര നേരം എടുക്കുമെന്ന് നോക്കാം. ബാ. ഓക്കെ, ഞാൻ ജിമ്മിലെത്തി. ഇനി ആ കഴിച്ച കാലറിയൊക്കെ ബേൺ ചെയ്ത് കളയാൻ നോക്കാം. ആ ഒരു സ്ലൈസ് ബേൺ ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നണേ. വാ, നമുക്ക് നോക്കാം. ഞാൻ 10 മിനിറ്റായി ചെയ്യണം. എന്നിട്ട് ആകെ 67 കാലറിയെ ബേൺ ആയിട്ടുള്ളൂ. ഒരു സ്ലൈസ് പോലും ബേൺ ആയിട്ടില്ല ഇതുവരെ. ഇരുപത് മിനിറ്റായി. 30 മിനിറ്റായി. നമ്മളിതുവരെ ഒരു സ്ലൈസ് മാത്രമേ ബേൺ ചെയ്തിട്ടുള്ളൂ. 238 കാലറി ആയിട്ടുള്ളൂ. ഓക്കെ, 35 മിനിറ്റ് ചെയ്ത് നമ്മൾ 300 കാലറിയെ ബേൺ ചെയ്തുള്ളൂ ഇതുവരെ. 35 മിനിറ്റ് ചെയ്തിട്ട് 300 കാലറി ബേൺ ആയിട്ടുള്ളൂ. ഓക്കെ, ജിമ്മിൽ വെച്ച് നമ്മൾ കുറച്ചധികം കാലറി ബേൺ ചെയ്ത് കാരണം ഞാൻ പിന്നെയും ഗ്രൗണ്ടിൽ വന്നേക്കുക. ഒരു 30-40 മിനിറ്റ് ഓടിയിട്ട് ബാക്കി 2200 കാലറി ഓൾമോസ്റ്റ് നമ്മൾ ബേൺ ആക്കി. കുറച്ചും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാലറിയും കൂടെ ബേൺ ആക്കാൻ വേണ്ടി ഞാൻ രാത്രിയായപ്പം ഗ്രൗണ്ടിലേക്ക് വന്നേക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഇനി കാലറിയും കൂടെ ബേൺ ചെയ്യാം. 2200 കാലറി ബേൺ ചെയ്തിട്ട് നിർത്താം ഇന്ന്.
എൻ്റെ അമ്മോ കഴിഞ്ഞ് 30 കിലോമീറ്റർ ഓടി, എന്തോ 5 കിലോമീറ്റർ എന്തോ ആണത്. മടുത്ത്. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ മേലനങ്ങി പണിയെടുക്കേണ്ട വീഡിയോ ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോ എന്താണെന്നറിയോ? മസിൽ ഗ്രോത്തിന് എങ്ങനെ ബെസ്റ്റ് റെസ്റ്റ് എടുക്കണം എന്നാണ്. അപ്പോൾ ആ ഫുൾ വീഡിയോ ഞാൻ കിടന്ന് ഉറങ്ങുന്ന ടൈം ലാപ്സ് ആയിരിക്കും. എന്തായാലും 30 മിനിറ്റ് കഴിഞ്ഞ് ഇത്രയും കാലറി ബേൺ ആക്കി ഞാൻ. ദേ കണ്ട, ഓൾമോസ്റ്റ് 2000 ആയി. കണ്ട, എക്സസൈസ് ചെയ്താൽ നമ്മൾ എന്ത് പൊട്ട ഡയറ്റ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. എക്സസൈസ് ചെയ്താൽ ഫുൾ കാലറി ബേൺ ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായോ ഫാറ്റ് ലോസിന് ഡയറ്റാണോ എക്സസൈസ് ആണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന്? നിങ്ങൾ തന്നെ വിചാരിച്ച് നോക്ക്. ആ 2 സ്ലൈസ് പിസ്സ കഴിക്കാതിരിക്കണാണോ അതോ ഓൾമോസ്റ്റ് 1.25 മണിക്കൂർ ഇൻറ്റൻസ് കാർഡിയോ ചെയ്യണമാണോ കുറച്ചും കൂടെ എളുപ്പമെന്ന്? നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാഡ് ഡയറ്റ് ട്രെയിനിങ് വെച്ച് ശരിയാക്കാൻ പറ്റില്ല, ഒരിക്കലും. അപ്പോൾ എപ്പോഴും ഫാറ്റ് ലോസ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഡയറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഡയറ്റിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാക്കാം. എല്ലാം കൂടെ ഇതിനകത്ത് പറഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും എന്ന് ഓർത്താണ് ഈ വീഡിയോ കുറച്ച് ഷോർട്ടാക്കി വെക്കണേ. മെയിൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ഓർക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ.